KSRTCയിലെ ശമ്പളവും നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആ, ആ ശമ്പളത്തിൻ്റെ പേരിലുള്ള സമരവും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സമരങ്ങളുമായി ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ KB ഗണേശകുമാർ അവർ നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനം. അപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ മന്ത്രി പറയുന്ന കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ സാധാരണഗതിയിലുള്ള നമ്മൾ സാമൂഹ്യ വിഷയത്തിൻ്റെ പത്രസമ്മേളനത്തിനാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എങ്കിൽ അവർക്ക് തിരിച്ച് ചോദിക്കുവാൻ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യശരങ്ങൾ നേരിടേണ്ടതായ സാഹചര്യം ഉണ്ടാവും. KSRTCയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് അറിയാവുന്ന മാധ്യമപ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. പക്ഷേ എങ്കിലും KSRTCയുടെ ചുമതലയുള്ള ഗതാഗത മന്ത്രി ഈ KSRTCയുടെ കാര്യം പറയുമ്പോൾ കൃത്യമായ രീതിയിലുള്ള അതിനകത്ത് ജീവനക്കാർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ജീവനക്കാരുടെ സൈഡിൽ നിന്നുകൊണ്ടുള്ള മന്ത്രി പറയുന്നുള്ള ഒരു എതിർവാദങ്ങൾ ഇല്ലാതെ ഒരു ഏകപക്ഷീയമായ, അതായത് എതിരാളി ഇല്ലാത്ത ഒരു ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്ന ഒരു നിലപാട് നമുക്കാണെങ്കിൽ അങ്ങനെ പറയാം അല്ലേ. അതായത് ഗോളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ എല്ലാം എന്ന് വെൽഫെയർ അസോസിയേഷന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ശമ്പളം നൽകാതിരുന്ന് 18-ാം തീയതി വരെ ശമ്പളം നൽകാതെ പിടിച്ചു വയ്ക്കുന്നു. ശമ്പളത്തിനായി അനുവദിച്ച 30 കോടി രൂപ ഒരു ബാങ്കിൽ ഏകദേശം 10ഓളം ദിവസം ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഈ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അവിടെ ചില സംഘടനകൾ സമരം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ശമ്പളം നൽകാതെ താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു വലിയ സംഭവത്തെ മറയ്ക്കുവാൻ വേണ്ടി ഒരു ചെറിയ ഒരു സാധനം ഇട്ട് കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയ പോലെയാണ് വെൽഫെയർ അസോസിയേഷൻ അതേക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വാർത്താ സമ്മേളനവും അതിനകത്ത് മന്ത്രി പറയുന്ന കാര്യങ്ങളും വെൽഫെയർ അസോസിയേഷന് പറയാനുള്ള മറുപടിയും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൂടിക്കാഴ്ച തയ്യാറാക്കിയത്. കഴിഞ്ഞ 2 മാസമായി KSRTC 15 മാസങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ശമ്പളം കൊടുക്കുക. നമുക്കറിയാം, ഒരു മാസത്തിൻ്റെ പകുതിയാകുമ്പോൾ ഒരു ശമ്പളം, മാസം അവസാനിക്കുമ്പോൾ 2ാം ശമ്പളം കിട്ടാതാവുക, അടുത്ത മാസത്തേക്ക് കിടക്കുക 2ാം ഭാഗം, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന KSRTC ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശക്തമായ ചില ഇടപെടലുകളുടെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ 2 മാസമായി കൃത്യമായി എല്ലാ മാസവും ഒരുമിച്ച് ശമ്പളം കൊടുക്കും. ഒരുമിച്ച് ശമ്പളം കൊടുക്കുമ്പോൾ ആദ്യത്തെ മാസം ശമ്പളം കൊടുത്തത് 12-ാം തീയതിയാണ്, 2ാമത്തെ മാസം ശമ്പളം കൊടുത്തത് 17-ാം തീയതിയാണ്, ഇന്ന് തീയതി 18-ആണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, ഒരുമിച്ച് ശമ്പളം കൊടുത്തിട്ട് വളരെ നാളായി. ആദ്യ ഗഡു കിട്ടി, 2ാം ഗഡു കിട്ടാൻ ആ മാസം തന്നെ കടക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. അത് മാറിക്കൊണ്ട് അതാത് മാസങ്ങളിൽ ആ മാസം പകുതിയോളം ആകുമ്പോഴേക്കും പകുതി ശമ്പളം കൊടുക്കാറുണ്ട്. ഈ ശമ്പളം കൊടുക്കുന്നത് ഇവിടെ പൈസ ഒരുപാട് വാരി കെട്ടി വെച്ചിട്ടല്ല. ഗവൺമെന്റ് 50 കോടി രൂപയിലധികം കേരള സർക്കാർ നൽകുകയാണ്. ധനകാര്യ വകുപ്പിൽ നിന്നും ഖജനാവിൽ നിന്നും സർക്കാർ നൽകുന്ന തുകയാണ് ഇതിന്റെ പ്രധാനമായ ഓഹരി എന്ന് പറയുന്നത്. വളരെ വർഷങ്ങളായി കേരള സർക്കാരാണ് സഹായിക്കുന്നത്. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്നും 2 ഗഡുക്കളായി, ആദ്യത്തെ ഗഡു 30ഉം 2ാമത്തെ ഗഡു 20ഉമായിട്ട് നമുക്ക് തരും. ബാക്കി പൈസ KSRTC അഡ്ജസ്റ്റ് ചെയ്ത് KSRTCയുടെ വരുമാനത്തിൽ നിന്നും. അപ്പം ഞങ്ങൾ ഈ 2 മാസം ഇത് ഒരുമിച്ച് കൊടുത്തത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. കാരണം ഓയിൽ കമ്പനികൾ കൊടുക്കാനുള്ള പണം മറിക്കുമ്പോൾ അവർ 18.5% പലിശ അടിച്ചു തരാണ്. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് തൊഴിലാളികളുടെ താല്പര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം 2-3 കാര്യങ്ങളാണ് മന്ത്രി ഇതിനകത്ത് പറഞ്ഞിട്ട് പോയത്. ഒന്ന്, 15 മാസത്തിന് ശേഷം ആണ് ഈ ശമ്പളം ഒന്നിച്ചു കൊടുക്കുന്നത്. 15 മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 വർഷം 12 മാസം. അപ്പോൾ 1.5 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഈ ശമ്പളത്തിൻ്റെ ഈ ഘട്ടം ഘട്ടമായിട്ട് ശമ്പളം വിതരണം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കോർപ്പറേഷൻ എത്തിയിരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളൊക്കെ നമുക്കറിയാം. കാരണം കറക്റ്റ് 30-ാം തീയതി KSRTC ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് ഇത് ഒന്നിച്ച് തരാൻ തീരുമാനിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുക. അപ്പോൾ എനിക്ക് ഇത് ഓർമ്മ വരുന്നത്, നമ്മൾ ചൂത് കളിക്കാർ, പ്രത്യേകിച്ച് ചീട്ട് കളിക്കാർ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ അല്ലെങ്കിൽ 100 രൂപ നമ്മളുള്ളൊരു ചീട്ട് കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. അപ്പോൾ ചീട്ട് കളിക്കാൻ വേണ്ടി പോയിരിക്കുമ്പോൾ ഈ പൈസ പോകുന്നു. അവസാനം പോയി കഴിയുമ്പോൾ എന്താണ്, ഈ 100 കിട്ടിയാൽ എഴുന്നേറ്റ് പോകാം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് എത്തുന്നു. എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നു, ശമ്പളം ഇല്ലാതാകുന്നു, ഉടനെ ശമ്പളം പകുതിയായിട്ട് കിട്ടുന്നു, എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള സ്ഥിതി ഉണ്ടാകുന്നു. അങ്ങനെ ആ വരുന്നൊരു മാനസികാവസ്ഥയിലേക്ക് ജീവനക്കാരൻ എത്തുകയാണ്. ആ എത്തിക്കുന്ന ജീവനക്കാരാണ് ഈ പറയുന്നത്. അപ്പം വെൽഫെയർ അസോസിയേഷൻ ചോദിക്കാനുള്ളത്, ഈ 15 മാസങ്ങൾക്ക് മുൻപ് ഒരു ഗഡുവായി ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഈ വാക്കിലൂടെ സമ്മതിക്കുകയാണ്. അപ്പോൾ 15 മാസങ്ങൾക്ക് മുമ്പ് ഈ ശമ്പളം ഗഡുക്കളാക്കി മാറ്റുമ്പോഴും എനിക്ക് തോന്നുന്നു ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, അല്ലേ?
അതായത് ഇതേ മുഖ്യമന്ത്രി തന്നെ കേരളത്തിൻ്റെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് KSRTC ജീവനക്കാർക്ക് ശമ്പളം ഗഡുക്കളാക്കുന്നത്. 15 മാസത്തിന് ശേഷം എങ്ങനെയാണ് പുനർചിന്തനത്തിന് തയ്യാറാകുന്നത്? അപ്പോൾ എന്തായിരുന്നു 15 മാസം മുമ്പുണ്ടായ ആ പ്രശ്നം? ഇത് പത്രക്കാരോടോ പത്രക്കാരോട് പറയാമെന്ന് പറഞ്ഞാൽ കേരളീയ പൊതുസമൂഹത്തോട് പറയുക. പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ജീവനക്കാരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഏത് സാഹചര്യത്തിൽ ആരാണോ ഇപ്പം ഈ മുറുക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ, ഇല്ലെങ്കിൽ പഞ്ചറൊട്ടിക്കാൻ വേണ്ടി വയ്ക്കുന്നു എന്ന് പറഞ്ഞ പോലെ, ആരാണോ ഈ മാസഗഡുക്കളായി ശമ്പളമാക്കിയത് അതേ ആൾ തന്നെ ഒന്നിച്ച് തരാൻ തീരുമാനിക്കുന്നു. ഇനി അടുത്ത അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണ്? തരാൻ തുടങ്ങിയപ്പോഴുള്ള ശ്രേഷ്ഠത എന്താണ്? ആദ്യത്തെ പ്രാവശ്യം 12-ാം തീയതി തന്നു, രണ്ടാമത്തെ മാസം 17-ാം തീയതി കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പം ഒന്നാമത്തെ മാസം 12-ാം തീയതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ 1-ാം തീയതി ലഭിക്കേണ്ട ശമ്പളം, അപ്പോൾ അതിന് തൊട്ട് തലേ മാസത്തെ ശമ്പളമാണ്. ആ ശമ്പളം 12-ാം തീയതി വരെ വൈകിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും KSRTC തന്നെ സൊസൈറ്റികളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും മറ്റു ലോണുകളിൽ നിന്നും ഒക്കെ EMI ഒക്കെ അടയ്ക്കേണ്ടി വരുന്ന ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 1-ാം തീയതി ലഭിക്കേണ്ടി വരുന്ന ശമ്പളം 12-ാം തീയതി വരെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം എന്ന് അദ്ദേഹം പിന്നീട് തന്നെ ഇനി തുടർന്ന് വരുമ്പോൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ മാസം 17-ാം തീയതിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പുള്ളി പറയുന്നത് ഇവിടെ കൊടുക്കാൻ പൈസയില്ലെന്നാണ്. എനിക്ക് പറയാനുള്ളത്, പത്രക്കാർ ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യം, KSRTC പ്രതിദിന വരുമാന വർധനമുണ്ടാകുകയും ഏകദേശം 9 കോടിക്ക് എത്തുകയും ചില സന്ദർഭത്തിൽ 10 കോടി കടക്കുകയും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പൈസ ഇല്ലാതായത്? ഇപ്പോൾ 10 കോടി ഉണ്ടെങ്കിൽ 8 ദിവസത്തെ പൈസ കൊണ്ട് KSRTC ജീവനക്കാരുടെ മുഴുവൻ ശമ്പളവും കൊടുക്കാം. 8 ദിവസത്തെ പൈസ മതി. അങ്ങനെയാണെങ്കിൽ പോലും 8-ാം തീയതി ശമ്പളം കൊടുക്കാം. ഈ ഈ പൈസയുടെ കണക്കെവിടെ? ഇതെങ്ങനെയാണ് പോകുന്നത്? ഇത് മന്ത്രിക്ക് അറിയാമോ? മന്ത്രിക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് പത്രക്കാരോട് ഇത് പറയാത്തത്? പത്രക്കാർ ഇത് ചോദിക്കുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഉള്ളറകളിലെ ഇത്തരം കളികൾ അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അടുത്ത കാര്യം, ഈ കേരള സർക്കാർ സഹായിക്കുന്നു എന്ന് പറയുക. അപ്പോൾ കേരള സർക്കാർ അത് വളരെ കോമഡിയാണ്. കാരണം തൊട്ടടുത്ത തമിഴ്നാട് സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ട് വാഹനം വാങ്ങിക്കൊടുക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ വെല്ലുവിളിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പം കടുകയായി പോകും. എന്നാലും സംഘടന വെല്ലുവിളിക്കുന്നു, വെൽഫെയർ അസോസിയേഷൻ വെല്ലുവിളിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, താങ്കൾ പറയൂ, KSRTCക്ക് വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം കേരള സർക്കാരിനുണ്ടോ? മറ്റ് ഗവൺമെൻറ്റുകൾ അവരുടെ ബഡ്ജറ്റിൽ തുക വകയിരുത്തി ഇത്ര വണ്ടി എന്ന് ബഡ്ജറ്റിൽ എഴുതിക്കൊണ്ട് വാഹനം വാങ്ങിക്കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ ഓർക്കുന്നൊരു സംഭവം, കൊല്ലം തെങ്കാശി ദേശീയ പാതയിൽ വെച്ച് ഒരു വാഹനം, തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു വാഹനം, അന്ന് ബഹുമാനപ്പെട്ട ജയലളിത അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ ആ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം തകർന്ന് ഒരു സ്ത്രീ താഴെ വീഴുന്നു. കേരളത്തിൽ വെച്ച് നടന്നൊരു സംഭവം. ആ സന്ദർഭത്തിൽ SETC, സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടത്, SETCക്ക് ആ മുഖ്യമന്ത്രി ജയലളിത അവർ 1000 ബസ്സാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിട്ട് 1000 ബസ്. ഇത് കാരണം ഇതിന് ശേഷമുള്ളൊരു ശബരിമല പമ്പ സർവീസിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ ബസ്സുകളിലെല്ലാം അവരുടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പതിച്ചിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ആ 1000 ബസ് ഒറ്റയടിക്ക് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് സർക്കാരിൻ്റെ തുക വകയിരുത്തിയിട്ട് നൽകിയത്. എന്തുകൊണ്ടാണ് KSRTCയുടെ തുക വകയിരുത്തി ഇത്ര കോടി രൂപ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വണ്ടിയുടെ കണക്ക് നിങ്ങൾ പറയാതെ? അപ്പോൾ സർക്കാർ സഹായത്തിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. ഇനി അടുത്തത്, തൊട്ടടുത്ത് കർണാടക ഗവൺമെൻറ്. ഞാൻ കർണാടകയിൽ പോകേണ്ടി വന്നിട്ടുള്ള സന്ദർഭത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പങ്കുവച്ചിട്ടുണ്ട്. അവിടെ സ്ത്രീകൾ കയറുമ്പോൾ അവരുടെ എല്ലാം കയ്യിൽ ആധാർ കാർഡ് കയറും. അവർക്ക് സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യമാണ്, സൗജന്യ യാത്രയാണ്. എങ്ങനെയാണ് ഏറ്റവും മനോഹരമായ ബസ്സുകൾ ഇറക്കുന്നു കർണാടക സർക്കാർ. അവരുടെ മനോഹരമായിട്ടുള്ള ലക്ഷറി ബസ്സുകൾ നിരത്തുകളിലൂടെ കടന്നു വരുന്നു, കേരളത്തിലേക്ക് കടന്നു വരുന്നു, ആവശ്യത്തിന് വാഹനങ്ങൾ എടുത്തു കൊടുക്കുന്നു. അവിടെ നോർത്ത് വെസ്റ്റ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ബാംഗ്ലൂർ മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തുടങ്ങിയുള്ള അവരുടെ ട്രാൻസ്പോർട്ട് സർവീസുകളെല്ലാം വളരെ ഭംഗിയായി സർക്കാർ വാഹനം മേടിച്ചുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ താങ്കൾ പറയുന്ന ഈ സർക്കാരിൻ്റെ സഹായം എവിടെയാണ്? അപ്പോൾ എന്താണ് സർക്കാർ സഹായിക്കുന്നത്? ഈ തൊഴിലാളികൾ പണിയെടുത്ത് നടുവ് തളർന്ന് കടന്നു വരുന്ന പൈസ കളക്ട് ചെയ്തിട്ട് എങ്ങോ ആരോ എന്നോ ഉണ്ടാക്കിയിട്ടുള്ള കണക്കില്ലാത്ത ഒരു തിരിച്ചടവിൻ്റെ പേരിൽ ഉള്ള പൈസ തിരിച്ചടയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അപമാനിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ വന്നിട്ടുള്ള
കാര്യമാണ് അങ്ങീ പറയുന്നത്. കേരള സർക്കാർ സഹായിക്കുന്നു എന്ന് പറയുന്നത് ഔദാര്യമല്ല. സർക്കാർ ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ ചെയ്യപ്പെടേണ്ടത് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് ഇവിടെ മാതൃകയാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബഹുമാനപ്പെട്ട പത്രത്തിലെ പ്രവർത്തകർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത തവണ മന്ത്രി ഇത്തരം തള്ളുകൾ നടത്തുമ്പോൾ ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം ഏതൊക്കെയാലും എന്നെപ്പോലെയുള്ള ഒരു സംഘടന പ്രതിനിധിക്ക് മറുപടി പറയാൻ തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അടുത്തത്, ഇദ്ദേഹം അവസാനം പറഞ്ഞെടുത്തൊരു ഭാഗമുണ്ട്, ഫ്യൂവലിൻ്റെ പൈസ എടുത്ത് മറിച്ചിട്ടാണ് ശമ്പളം തരുന്നത്. രസമാണ്. അതിന് എനിക്ക് രസകരമായിട്ട് തോന്നിയത് 18% പലിശയാണ്. എനിക്ക് മനസ്സിലായില്ല. ഫ്യൂവൽ കമ്പനികൾ 18% പലിശ ഈടാക്കുന്നു. ഇത് ഏത് റിസർവ് ബാങ്കിൻ്റെ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 18% പലിശ? നിങ്ങൾ ഓർക്കണം. അതായത് ഇവിടുത്തെ ഏറ്റവും കൂടിയ പലിശ സംവിധാനത്തിൽ വരുന്ന നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ പോലും 12-13% പലിശയ്ക്ക് നിൽക്കുന്നു. ഇവിടെ ഇദ്ദേഹം പറയുകയാണ് 18% പലിശയാണെന്ന്. അപ്പോൾ പെട്രോളിയം ഓയിൽ കമ്പനികൾക്ക് കൊടുക്കേണ്ട കാശ് മറിക്കുന്നതിനകത്ത് ഈ 18% പലിശയ്ക്കകത്ത് എവിടുന്നേലും കമ്മീഷൻ ലഭിക്കുന്നുണ്ടോ? കാരണം KTDFCയുമായിട്ടൊരു 16.25% പലിശയുടെ ഇടപാടുകൾ നേരത്തെ നടത്തിയിരുന്നു. ബാങ്കിങ് കൺസോർഷ്യത്തിൽ നിന്നും 2000 കോടി രൂപ ലോൺ എടുക്കുന്ന കാലഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഇരിക്കുമ്പോൾ ആണ് ആ ലോൺ എടുക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ആ 2000 കോടി രൂപ എടുത്തപ്പോൾ അതിൻ്റെ 5% കമ്മീഷനായിട്ട് പോവുകയും ഒരു കൺസൾട്ടൻ്റ് ഏജൻസിയെ നിയമിക്കുകയും ആ കൺസൾട്ടൻ്റ് ഏജൻസിക്ക് 5% പലിശ നൽകുകയും ചെയ്തിരുന്നു. ഈ ഓയിൽ കമ്പനികളുമായിട്ടുള്ള ഇത്ര ഇടപാടുകളിൽ ഈ 18% പലിശ എങ്ങനെയാണ് വരുന്നത്? 18% പലിശ എന്നുള്ളത് നാട്ടുനടപ്പുള്ളൊരു ഇടപാടാണോ? പ്രത്യേകിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനവും കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനവും തമ്മിലുള്ള ഇടപാടിൽ എങ്ങനെയാണ് 18% വരുന്നത് എന്ന് അവിടുത്തെ പത്രപ്രവർത്തകരാരും ചോദിക്കാതിരുന്നത് എനിക്ക് കൗതുകകരമായിട്ട് തോന്നി. കാരണം വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ 18% പലിശ എങ്ങനെയാണ് ഓയിൽ കമ്പനികൾക്ക് നൽകേണ്ടി വരുന്നത് എന്നുള്ളതിൻ്റെ ആ നിയമപരമായിട്ടുള്ള ഇടപാടുകൾ മനസ്സിലായില്ല. അതുകൊണ്ട് അത്തരത്തിലൊരു വിവരാവകാശം വെൽഫെയർ അസോസിയേഷൻ ഇത് സംബന്ധിച്ച് നൽകുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത് അധ്വാനം ആരാധനയാണ് എന്നുള്ളത് BMSൻ്റെ മുദ്രാവാക്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് BMSൻ്റെ വേദികളിലാണ് അധ്വാനം ആരാധനയാണ്. ആരാധനയ്ക്ക് കൂലി ആവശ്യമുണ്ടോ എന്നുള്ളത് ഞങ്ങൾ തമാശയായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇപ്പോൾ അങ്ങ് പറയുന്നു ഇതൊരു അനുഗ്രഹമായി ജീവനക്കാർ കാണുന്നു. എങ്ങനെയാണ് സാർ ശമ്പളം ചെയ്ത ശേഷം ജോലി ചെയ്ത ശേഷം ശമ്പളം മേടിക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി കരുതുന്നത്? Thank you.